ഹലോ, അപ്പം ഇന്ന് കുറച്ച് ഡ്രസ്സ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വന്നിട്ടുള്ളത് ആ വൈറ്റിലാണേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഏട്ടൻ എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ, പക്ഷെ മൊത്തത്തിൽ വർക്കല്ല, താഴെ ഭാഗം മാത്രം നല്ല വർക്കിൽ, ഹെവി വർക്കിലായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നെക്ക് ഭാഗമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ളിലൊരു സിമ്പിളായിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ഇതാ ഫുൾ ഞെറിയിൽ, ആ ഒരു ഭാഗം മൊത്തം ഞെറിയിൽ വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു നെക്ക് കഴുത്തുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് വൈറ്റ് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ എനിക്ക് വൈറ്റ് ഡ്രസ്സ് തന്നെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഷാൾ വരുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഷാളാണ്. ഷാളിലും അങ്ങനത്തെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ പാൻറ്റിനും ചെറിയ നെക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഒരു റോസിലാട്ടോ, സറാറ എന്ന് പറയും. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ്. വളരെ എന്താ പറയുക, ഭംഗിയോട് കൂടിയായിട്ട് ഞാനിത് വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒത്തിരി നല്ല ഹെവി വർക്കാണെങ്കിലും കല്യാണം അങ്ങനെ ഒരുപാടുണ്ടാകുമ്പോൾ, പരിപാടികൾ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. ഇതാ പാൻറ്റ് വന്നിട്ടുള്ള നെറ്റിലാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പാറുക്കുട്ടിക്ക് ഉണ്ട് കേട്ടോ, അതേ സെയിം സാധനം തന്നെയാണ് പാറുക്കുട്ടിക്ക് അടിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള ഒരു തത്തപ്പച്ച എന്നൊക്കെ പറഞ്ഞൊരു നല്ല ഭംഗിയുള്ളൊരു പച്ചയാണേ. പിന്നെ ഇതാ എനിക്ക് ഒത്തിരി ഇഷ്ടം. എനിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് നേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും തോന്നിയിട്ടുണ്ട് ആ ഒരു മാച്ചിങ് ഉണ്ട് എന്നുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ വി കഴുത്ത് സിമ്പിൾ വർക്കാണ്. കൈൻ്റെ അടിയിൽ ഞാൻ ഒരു കുറച്ച് ഹെവി വർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിമ്പിൾ ഒരു ടൈപ്പായിട്ടത് കല്യാണം എവിടേക്കും പോകണമെങ്കിലൊക്കെ ഇടാൻ പറ്റി, യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഡ്രസ്സാണ്. ഒക്കെ സിമ്പിളാണ്. ഷാളായിട്ടും പാൻറ്റായിട്ടും നല്ല സിമ്പിളാണ്. പിന്നെ ഷാളിൽ വന്നിട്ടുള്ള ഈ ചെറിയൊരു വർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് ധാവണിക്കൊക്കെ നന്നായിട്ട് മാച്ച് ആവുന്നൊരു ടൈപ്പ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു വർക്കാണ്, നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ്. നല്ല ഇഷ്ടപ്പെട്ടു. എന്തൊരു കല്യാണത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓപ്പണുള്ളൊരു ടോപ്പാണ്, ഷാളും പാൻറ്റും ഒക്കെ ആയിട്ടുള്ള നല്ല സിമ്പിൾ വർക്കാട്ടോ. ഷാളും പാൻറ്റും ഒക്കെ സെയിം വർക്ക് തന്നെയാണ്. പിന്നെ അതാ ഷാൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഷാളിലൊരു വർക്ക് ഉണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനത്തെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഡ്രസ്സിന് ഷാളാക്കി ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു നൂൽ വർക്കാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊരുപാട് കാലമായിട്ട് വാങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഒരു കേടുമില്ല. കളറ് പോകും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല നൂലിലോണ്ട് വർക്ക് ചെയ്തതാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഫുള്ള് സിമ്പിളായിട്ടാണ്, കഴുത്തിന് മാത്രമേ വർക്കുള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഒരു മെറൂണല്ല, ഒരു വെറൈറ്റി ഒരു കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു കളർ എനിക്കില്ല. വി കഴുത്തിലാണ്, നൂലുകൊണ്ടുള്ള വർക്കാണ്. ഇത് കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ട്, പക്ഷേ ഇത് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതിന് ഷോളില്ല, പാൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് റെസിപ്പി ഉണ്ടാക്കാണ്ട് ഒരു വെറൈറ്റി മധുഹൂത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. വെറും അരമണിക്കൂറിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അങ്ങനത്തെ ആദ്യം കുക്കറിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മസാല ആക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടാക്കി വെച്ചിട്ടുള്ളത് നന്നായിട്ട് കുക്കറിൽ ആ ഓയിലിൻ്റെ മേലെ വെക്കണം. പിന്നെ അതുപോലെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അറബിക് മസാല കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാൻ അറബിക് മസാല നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല, അങ്ങനെ മുളക്, അങ്ങനെ കുറച്ച് റെസിപ്പി കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിടണം. ഒരു പച്ചമുളകും ഇട്ട് വെക്കണം. അതിൽ കുരുമുളക് പൊടി ഇടണം. പിന്നെ കുറച്ച് തക്കാളി സോസ് ഒഴിക്കണം കേട്ടോ. അതിലേക്ക് 3 കപ്പ് അരിയായിട്ടുണ്ടായിരുന്നുള്ളത് 3:30-3:15 ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് രണ്ട് കുക്കറിലാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. സമയം ഒരുപാടായിരുന്നു. അപ്പോൾ 2 കുക്കറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വിസിൽ മതി. അങ്ങനെ കുറച്ച് അതിലും കുറച്ച് ഇതിലാക്കിയിട്ട് സെയിം സാധനം മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയായിട്ട് 2 കുക്കറിലും വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കിട്ട മസാലപ്പൊടി എന്ന് പറയുന്നത് ഇതാട്ടോ, കുരുമുളക്, അതുപോലെ മല്ലി, ഏലക്കായ, കറാമ്പട്ട, പൂവ്, എല്ലാതും കറാമ്പട്ടൻ്റെ എല്ലാവിധ സാധനങ്ങളും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ 2 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നല്ല ആവി പോകുന്ന നല്ല സ്മെല്ലുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറിയിരുന്നത്. ലാസ്റ്റ് വെച്ച് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് ഒന്നുകൂടി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സലാഡിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, പച്ചമുളക്, തക്കാളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളി, മല്ലിച്ചപ്പ്, വലിയ ഉള്ളി, അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ചോറായിട്ടുണ്ട്. കുറച്ചൊരു വെള്ളം ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചയുറക്കത്തിന് വേണ്ടിയിട്ട് മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കുറുമ്പത്തരട്ട കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ കുറേ നേരം കളിച്ചതാണ്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.